ലാംഗ്വേജ് ഒഴികെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഈ കാര്യം എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ സൂചിപ്പിക്കേണ്ടതില്ല. എന്നാൽ പരീക്ഷ എഴുതുന്ന മീഡിയം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഒരു കാര്യം ഓർക്കുക, ഏത് മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ മാർക്കുകൾ നിർണ്ണയിക്കപ്പെടുക. ശരിയായ ഉത്തരത്തിനാണ് മാർക്ക്. ആദ്യത്തെ 3 അധ്യായങ്ങളിലെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. മികച്ച മാർക്ക് നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ അധ്യായം കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഈ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് 5 പോയിന്റുകൾ എഴുതാൻ സാധിക്കും. ആദ്യത്തേത്, കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്, ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ. തേർഡ് പോയിന്റ്, ലിമിറ്റേഷൻ ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ. നാലാമത്തെ പോയിന്റ്, ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. അഞ്ചാമത്തെ പോയിന്റ്, ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. ഈ 5 പോയിന്റുകളും ഇതേപോലെ തന്നെ പഠിച്ചിരിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഈ പോയിന്റുകൾ യാതൊരു രീതിയിലും മാറ്റം വരുത്താതെ ഇതേ വേർഡിങ്സിൽ തന്നെ എഴുതുക, കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം ചെറിയ ഒരു വിവരണം കൂടി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റു രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായി പഠിക്കുക. 1, ബ്രിട്ടൻ, FPTP സംവിധാനം, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, സ്പീക്കർ ആൻഡ് ഹിസ് റോൾ, സ്പീക്കർ എന്ന സ്ഥാനവും അദ്ദേഹത്തിന്റെ അധികാരങ്ങളും, ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണ പ്രക്രിയ. അമേരിക്ക, USA, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി, നീതി ന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം. ഫ്രാൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. അയർലൻഡ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. കാനഡ, ക്വാസി ഫെഡറൽ ഗവൺമെന്റ്, റെസിജ്വൽ പവേഴ്സ്. ഇതാണ് ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. നമ്മുടെ പുസ്തകത്തിൽ ഈ 5 രാജ്യങ്ങളെ കുറിച്ചുള്ള പരാമർശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ 5 രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഈ ആശയങ്ങളാണ് കൃത്യമായിട്ടും പഠിക്കേണ്ടത്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഓർഡിനറി റൈറ്റ്സ്, മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. 2 വ്യത്യാസങ്ങളാണ് പുസ്തകത്തിലുള്ളത്. 1, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. ഓർഡിനറി റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ്, രാജ്യത്തെ സാധാരണ നിയമമാണ് സാധാരണ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്രമേ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഓർഡിനറി റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ദ ഓർഡിനറി ലോ മേക്കിംഗ് പ്രോസസ്, സാധാരണ അവകാശങ്ങൾ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റം വരുത്തുവാൻ സാധിക്കും. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് കണ്ടെയ്ൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്. +1 പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ചോദ്യമാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതില് 6 പോയിന്റ്സ് ഉണ്ട്. 1, റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. 2, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്,
ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ആറാമത്തേത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പ്രിവന്റീവ് ഡിറ്റൻഷൻ? എന്താണ് മുൻകരുതൽ തടങ്കൽ? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. മുൻകൂട്ടി നടത്തുന്ന ഈ അറസ്റ്റാണ് മുൻകരുതൽ തടങ്കൽ എന്നറിയപ്പെടുന്നത്. സാമൂഹിക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് മുൻകരുതൽ തടങ്കൽ. എ പേഴ്സൺ ക്യാൻ ബി അറസ്റ്റഡ് സിംപ്ലി ഔട്ട് ഓഫ് ആൻ അപ്രിഹെൻഷൻ ദാറ്റ് he or she is likely to engage in unlawful activities. Preventive detention is a tool to deal with anti-social, anti-national activities. അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. 5 റിട്ടുകൾ ഭരണഘടനയിലുണ്ടെന്ന് നമുക്കറിയാം. ഈ 5 റിട്ടുകളുടെ വേർഡ് മീനിങ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഹേബിയസ് കോർപ്പസ്, ടു ഹാവ് ദ ബോഡി, ശരീരം ഹാജരാക്കുക. മാൻഡാമസ്, വി കമാൻഡ്, ഞങ്ങൾ കൽപ്പിക്കുന്നു. സർഷ്യോററി, ടു ബി ഇൻഫോംഡ്, അറിവ് നൽകുക. ക്യോ വാറണ്ടോ, ബൈ വാട്ട് അതോറിറ്റി, എന്തധികാരത്തിലാണ്. ഇത് കൃത്യമായിട്ട് ഈ വേർഡ് മീനിങ്സ് പഠിച്ചിരിക്കുക. റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടത്? 44th അമെൻമെന്റ് ആണ്. 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44th അമെൻമെന്റ് ഇൻ 1978 removed the right to property from the list of fundamental rights. Now right to property is only an ordinary right. നമ്മുടെ മൂന്നാമത്തെ അധ്യായം ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ FETP ആൻഡ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം. FETP വ്യവസ്ഥയും ആനുപാതിക വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായി ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് പരിശോധിക്കാം. FETP സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ വളരെ ചെറിയ യൂണിറ്റുകളായി തിരിക്കുന്നു. കൺട്രീസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ യൂണിറ്റ്സ് ഇൻ FETP സിസ്റ്റം. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വ്യവസ്ഥയിൽ വലിയ നിയോജക മണ്ഡലങ്ങളാണ്, ലാർജ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. രണ്ടാമത്തെ വ്യത്യാസം, എവരി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് 1 റെപ്രസെന്റേറ്റീവ് ഇൻ FETP സിസ്റ്റം. FETP വ്യവസ്ഥയിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആനുപാതിക വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. മോർ ദാൻ 1 representatives may be selected from 1 constituency in PR system. FETP വ്യവസ്ഥയിൽ വോട്ടർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ്. വോട്ടർ വോട്ട്സ് ഫോർ എ കാൻഡിഡേറ്റ് ഇൻ FETP. വോട്ടർ വോട്ട്സ് ഫോർ എ പാർട്ടി ഇൻ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ആനുപാതിക വ്യവസ്ഥയിൽ വോട്ടർ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാണ്. എ പാർട്ടി മേ ഗെറ്റ് മോർ സീറ്റ് ദാൻ വോട്ട്സ് ഇൻ FETP സിസ്റ്റം. ഒരു പാർട്ടിക്ക് വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കാം FETP വ്യവസ്ഥയാണെങ്കിൽ. ആനുപാതിക വ്യവസ്ഥയിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ പാർട്ടിക്കും വോട്ടുകൾക്ക് ആനുപാതികമായ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എവരി പാർട്ടി ഗെറ്റ്സ് സീറ്റ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു വോട്ട്സ്. FETP വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത, മജോറിറ്റി ഓഫ് വോട്ട് ഈസ് നോട്ട് കമ്പൽസറി ടു വിൻ ദ എലക്ഷൻ. ആനുപാതിക വ്യവസ്ഥയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ 50% പ്ലസ് 1 വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുള്ളൂ. മജോറിറ്റി ഓഫ് വോട്ട് ഈസ് മസ്റ്റ് ടു വിൻ ദ എലക്ഷൻ ഇൻ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ആദ്യത്തെ അധികാരം, ഇലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതും അത് കാലികമാക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഡിറ്റർമൈൻസ് ദ ടൈമിംഗ് ഓഫ് ഇലക്ഷൻസ് ആൻഡ് പ്രിപ്പയർസ് ദ ഇലക്ഷൻ ഷെഡ്യൂൾ. തെരഞ്ഞെടുപ്പ് സമയം നിർണ്ണയിക്കുകയും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ടു എൻഷ്യൂർ എ ഫ്രീ ആൻഡ് ഫെയർ പോൾ. സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്.
ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ പോസ്റ്റ്പോൺ ആൻഡ് ക്യാൻസൽ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാനും റദ്ദാക്കുവാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ഇംപ്ലിമെന്റ് എ മോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ്. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുവാനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ഓർഡർ റീപോൾ ഇൻ എ സ്പെസിഫിക് കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് റീകൗണ്ട് ഓഫ് വോട്ട്സ്. ഒരു നിർദ്ദിഷ്ട നിയോജക മണ്ഡലത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തുവാനും വീണ്ടും എണ്ണുവാനുമുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ദ ഇലക്ഷൻ കമ്മീഷൻ അക്കോർഡ്സ് റെക്കഗ്നിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്സ് സിംബൽസ് ടു ഈച്ച് ഓഫ് ദം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും അതോടൊപ്പം തന്നെ ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെഷേഴ്സ് വുഡ് യു സജസ്റ്റ് ടു ഇംപ്രൂവ് ദ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് എന്ത് നടപടികൾ നിർദ്ദേശിക്കുവാൻ സാധിക്കും? നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാം. അതോടൊപ്പം തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി എഴുതുവാൻ ശ്രദ്ധിക്കുക. ഇലക്ഷൻ സിസ്റ്റം ഷുഡ് ബി ചേഞ്ച്ഡ് ടു സം വേരിയന്റ് ഓഫ് PR സിസ്റ്റം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ ആനുപാതിക വ്യവസ്ഥയിലേക്ക് മാറ്റണം. വിമൻ റിസർവേഷൻ ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീ സംവരണം നടപ്പാക്കണം. സ്ട്രിക്റ്റർ പ്രൊവിഷൻ ആർ നീഡഡ് ടു കൺട്രോൾ ദ റോൾ ഓഫ് മണി ഇൻ ഇലക്ഷൻസ്. തെരഞ്ഞെടുപ്പുകളിൽ പണത്തിന്റെ പങ്ക് നിയന്ത്രിക്കുന്നതിന് കർശനമായ വ്യവസ്ഥകൾ ആവശ്യമാണ്. കാൻഡിഡേറ്റ്സ് വിത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ബാർഡ് ഫ്രം ഇലക്ഷൻസ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കണം. ജാതിയും മതവും ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർണ്ണമായിട്ടും നിരോധിക്കണം. യൂസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് അപ്പീൽസ് ഇൻ ഇലക്ഷൻ ക്യാമ്പയിൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ബാൻഡ്. ഫംഗ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് ബി ട്രാൻസ്പെറന്റ് ആൻഡ് ഡെമോക്രാറ്റിക്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം സുതാര്യവും ജനാധിപത്യപരവുമായിരിക്കണം. പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട 3 പാഠങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൃത്യമായ ഉത്തരങ്ങൾ എഴുതി ഏറ്റവും ഉയർന്ന മാർക്ക് നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.